പോയി. ചുമരുമ ചാരരുത് കേട്ടോ. ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ രാവിലെ തന്നെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് പണിക്കാരുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. രാവിലെ തന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായില്ല. ചടപടയെന്ന് പറഞ്ഞിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അപ്പോഴേക്കും നമ്മുടെ കാര്യസ്ഥന് വന്നിട്ടുണ്ടായിനി കേട്ടോ. ഇനിയിപ്പോൾ എവിടെ പണി എന്താ വെച്ചാൽ ഇപ്പം അങ്ങനെ കൊണ്ട് മുറ്റത്തൊക്കെ ഇറങ്ങി പോണില്ല. ഇവിടെ പണിക്കാരുണ്ടല്ലോ, അപ്പോൾ ഓല് ഈ സമയത്ത് മണലെടുക്കലും സിമെൻ്റ് എടുക്കലൊക്കെ കിട്ടിയ പണിക്കാർ കേട്ടോ. അപ്പം ഇനി ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഓല് പണിയെടുക്കുന്നത് കുറച്ച് നേരം നോക്കി നിൽക്കും. അപ്പം അങ്ങനെ മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങി പോകില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കൂട്ടോ. ഓല് പണിയെടുക്കുന്ന കുറേ സമയം കണ്ടുകൊണ്ട് നിൽക്കും. അതിൻ്റെ ഇടയ്ക്ക് ഓല് കളിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പം അതിലൊക്കെ ആസ്വദിച്ച് അങ്ങനെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഓൽക്കില്ല വെള്ളം കൊടുക്കുകയാണ്. നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് തണുത്തുള്ളതാണ് കേട്ടോ ഓൽക്ക് വേണ്ടിയത്, ചൂടുവെള്ളമൊന്നും വേണ്ട. ഇതേപോലെ കട്ടയാക്കി വെക്കുക, അത് കലത്തിലിടുക, വെള്ളം ഒഴിച്ചാൽ കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ. അപ്പം ഇന്ന് വലിയ കലത്തിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് കേട്ടോ. ഇന്നിപ്പോൾ 7 ആളൊക്കെ ഉണ്ട് പണിക്ക്. അപ്പം വലിയ കലത്തിൽ ആണ് കേട്ടോ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ ഒരു എന്താ തട്ടും പലകയൊക്കെ അടിച്ചിലും ഉണ്ടാക്കലും ഒക്കെ ആയിട്ടുള്ള തിരക്കിൽ ആണ് കേട്ടോ. അപ്പോൾ തേക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ അവിടെയാണ് തേക്കണത് തോന്നുന്നുണ്ട്. അവിടെയൊക്കെയാണ് കെട്ടി കൂട്ടണതൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കൾ മദ്രസൊക്കെ വിട്ട് വന്ന് സ്കൂൾക്കൊക്കെ പോകാൻ ഒരുങ്ങണൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് ഞാൻ വേഗം ചോറും കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിനി കേട്ടോ. മറ്റോനത് പോണ് കജു. ഇന്ന് അവൾക്ക് ഇവിടെ പണി ആയതുകൊണ്ട് തന്നെ സെനിമോന് കാണാൻ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4 ആൾ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതാ ഇവിടെ നിന്നിങ്ങനെ നിൽക്കും കേട്ടോ. നിന്നുകൊണ്ടാണ് ഇതൊക്കെ കണ്ട് വീക്ഷിച്ച് മനസ്സിലാക്കണത് ഓന്. നോക്കട്ടെ, ചെവിക്കും തൊള്ളക്കും തലക്കും ചൂക്കാണ്. ശരിയാവുണ്ടോ? പണിയിട്ട് ശരിയാവുണ്ടോ? അതിൻ്റെ ഇടയിൽ പിന്നെ സെനിമോന് ഒന്നൊന്ന് കണ്ണ് വാളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ വേഗം ചോറിനുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കി നിൽക്കണം കേട്ടോ. അപ്പോൾ കുട്ടിയൊക്കെ ഞാൻ വേഗം ഒരു തട്ടിക്കൂട്ട് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാണ് കൊടുത്തയച്ചേക്കിനെ. അപ്പോൾ കുറച്ച് ദിവസമായി ബീൻസ് ഇരിക്കുന്നുണ്ട്. എനിക്ക് ഈ ബീൻസ് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടേ വെച്ചുകൊണ്ട് പിന്നെ കേടെടുത്തി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉപ്പേരി വെക്കണതാണ് കേട്ടോ. അവിടെ കുഞ്ഞുട്ടിക്കാണെങ്കിൽ ബീൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് വന്നിട്ട് എവിടെ നിന്ന് തൊളയും കാട്ടി നിൽക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഈ തിരഞ്ഞ് നടക്കണത് എന്താ വെച്ചാൽ മുറ്റടിച്ച് വരുന്ന ചൂലാണ് കേട്ടോ. മുറ്റം 2 ദിവസമായി തോണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം മലമ്പായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അതിലാകെ ചൂല് അന്വേഷിച്ച് നടന്നു, പക്ഷേ ചൂല് കിട്ടിയില്ല കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് മുറ്റടിച്ച് വരുന്ന ചൂല് പണിക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിനി കുഞ്ഞുട്ടി. അപ്പം ഓൽക്ക് അടിച്ചു വരാനൊക്കെ. അപ്പം ഇന്നിപ്പോൾ മുറ്റടി നടക്കൂല. അപ്പം ഞാൻ മുറ്റടിക്കണ ദൗത്യം ഞാൻ അതിന് പിന്മാറിയിട്ട് വേഗം നമുക്ക് അടുക്കളയിൽ പോയിട്ട് നമ്മളെ ബാക്കിയുള്ള പരിപാടികൾ എടുക്കാം. മുറ്റം ഡെയിലി അടിച്ചു വരുന്ന കാര്യം ഭയങ്കര മടിയുള്ളതാണ് കേട്ടോ. പക്ഷേ 2 ദിവസം ആകുമ്പോഴത്തേന് അലമ്പായി ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ അതൊന്ന് കത്തിച്ച് ചുട്ടിട്ടില്ലെങ്കിൽ അതും ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ. ഇങ്ങനെ ആകെ അലമ്പായി കിടക്കുന്നത് കാണുമ്പോൾ ഒരു ഗതികേടാണ്. അപ്പോൾ പിന്നെ ഓല് പണിയെടുക്കുന്നിടത്തുനിന്ന് ഇപ്പോൾ ചൂലേരിന്ന് ചോദിച്ചാലും വെച്ച. അപ്പോൾ അതുകൊണ്ട് തൽക്കാലികം മുറ്റം അടിച്ചണ്ട, നാളെ ഒരു വരുന്നതിന് മുന്നേ രാവിലെ മുറ്റടിച്ചാറിൽ നടത്താമെന്ന് വിചാരിച്ച്. അപ്പോൾ മുറ്റടിച്ചാരാൻ ചൂല് കിട്ടാത്തതിൻ്റെ വിഷമം ഞാനിവിടെ വന്ന് മീൻകറി ഉണ്ടാക്കി തീർത്തു കേട്ടോ. അപ്പോൾ മീൻകറി റെഡിയാക്കിയിരിക്കണേ. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ഉപ്പേരി വേഗം തട്ടിക്കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനി കേട്ടോ.
കുട്ടികൾക്കും ഈ ഉപ്പേരിനോട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഓൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടാൻ ഉണ്ടാക്കി കൊടുത്തു. അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ അതാ സെനിമോന് നല്ല ഉറക്കമാണ് കേട്ടോ. അവൻ ഉറങ്ങി എണീച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ ബാക്കി പണികളൊക്കെ എടുക്കാനുള്ളത് തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ. സമയം ഒരു 2:30 ആയിക്കണ് കേട്ടോ. 2:30 3 മണിയൊക്കെ ആയിക്കണ്. ഇന്ന് സെനിമോന് രാവിലെ ഒന്ന് കണ്ണിൽ നീച്ച് പിന്നെ ഉറങ്ങിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഉറക്കില്ലാത്ത ദിവസങ്ങളേക്കാരം കേട്ടോ. അപ്പം ഓൻ ഉറങ്ങിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ പണികൾ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2:30 3 മണിയൊക്കെ ആയപ്പോൾ ഓൻ അങ്ങോട്ട് ഉറങ്ങിയതിൻ്റെ ശേഷം പിന്നെ ഒരു പടയലാണ് കേട്ടോ. പിന്നെ ഓന് ഉണരുമ്പോൾ തന്നെ ഓടി പടിഞ്ഞ് എല്ലാതും തീർക്കണം എന്നുള്ള ഒരു ഇത് ടൈമർ സെറ്റാക്കിയിട്ട് എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ എടുക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ തുടക്കണ വടി മുറിഞ്ഞിരിക്കണം കേട്ടോ. അതിപ്പോൾ പണിക്കാർ ഓലെ മുട്ടും പലക എന്തോ ഇട്ടുകാണ്ട് മുറിച്ചതാണ് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ വടിയൊക്കെ ഉണ്ടാക്കി സെറ്റപ്പാക്കി തുടക്കണ തുണിയൊക്കെ ഉണ്ടാക്കി സെറ്റപ്പാക്കി വന്നപ്പോഴത്തേന് വടി മുറിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. ഇനിയിപ്പോൾ ആ വടി വെച്ചിട്ട് തന്നെ തുടച്ചെടുത്ത് ഞാൻ. അപ്പോഴത്തേന് സമയം 4 മണി ആയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഇനി വേഗം ഓൽക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ, എന്നിട്ടേ പിന്നെ എൻ്റെ ബാക്കി പണികളൊക്കെ നടക്കുകയുള്ളൂ. അപ്പം ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിരിക്കണ്. ഇന്നിപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ബ്രെഡ് ഉണ്ട്. അപ്പം ഞാൻ മുട്ടയും കൂടി കൊണ്ടുവന്നിട്ട് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, ഈ എളുപ്പം കഴിയുമല്ലോ പരിപാടി. അപ്പം എന്നാൽ ഇന്നിപ്പോൾ അതുതന്നെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മക്കൾ സ്കൂളിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള സംഗതികളൊക്കെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുണ്ടായിനിയത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം നമ്മൾ സ്പാച്ചിലൊന്ന് ഉദ്ഘാടനം കഴിച്ചാണ് കേട്ടോ. കൊണ്ടുവന്നിട്ട് കുറേ ദിവസമായി വാങ്ങി വെച്ചിട്ട് ബ്രഷ് തന്നെ ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉപയോഗിച്ച് തുടങ്ങിയത്. ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം കിട്ടുമ്പോഴേ അങ്ങനെ പൊന്നുപോലെ ഇങ്ങനെ കൊണ്ടെടുക്കും. ഉപയോഗിച്ചാൽ ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഉപയോഗിച്ചാൽ മടിച്ച് പാത്ത് വെച്ച് നമ്മുടെ സ്പാച്ചില ഇന്നാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ കുക്കറും അതേപോലെ തന്നെയാണ് കേട്ടോ. കുക്കർ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസം അയക്കണമെങ്കിലും പക്ഷേ ആ ഒരു പുതുക്കത്തിൽ കണ്ടി എടുക്കാനങ്ങോട്ട് തോന്നാതെ ഇങ്ങനെ പാത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പം അതും നമുക്കൊരു ദിവസം ഉദ്ഘാടിക്കണം. അങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നേരം കൊണ്ട് നമ്മളെ ബ്രെഡ് ടോസ്റ്റായി റെഡി ആക്കണം കേട്ടോ. അപ്പം ഇനി വേഗം നിന്ന് റെഡിയാക്കിയിട്ട് അവൾക്ക് ചായയും കൂടി കൊണ്ടു കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിയും കാര്യങ്ങളൊക്കെ നടത്താൻ കേട്ടോ. ഇത് ലാസ്റ്റത്തെ ട്രിപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരു അപ്പം പോലെ നിൽക്കുന്നത്. ലാസ്റ്റ് ആ മുട്ടൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അതിന് മുകളിൽ കൂടെ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സ്റ്റൈലൊക്കെ ആക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പം 7 ആളുണ്ട്. അപ്പോൾ വേഗം ചായയൊക്കെ കൊണ്ടു കൊടുക്കട്ടെ. അപ്പോൾ ഇപ്പം നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ജഗ്ഗിലാണോ പണിക്കാർക്ക് ചായ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ചീത്ത പറയും. എന്താണെന്ന് വെച്ചാൽ പാട്ട ഓലെടുത്താണ് കേട്ടോ. ഇവിടെ ഒരു പാട്ടയല്ലേ ഉള്ളൂ, സ്റ്റീലിൻ്റെ ഒരു പാട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ജഗ്ഗുള്ളൂ ഉള്ളത്. അപ്പോൾ പിന്നെ ഞാൻ അതിലങ്ങോട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ചായ കൊണ്ടു കൊടുത്തിക്കണ്. അപ്പോൾ ഉണ്ടാക്കിയ ചായയൊക്കെ ഒൽക്ക് കൊണ്ടു കൊടുത്തുകൊണ്ട് അടുത്ത റൗണ്ട് ചായക്കുള്ള വെള്ളം വെച്ചിരിക്കണം കേട്ടോ. മക്കളിപ്പോൾ സ്കൂളിട്ട് വരും. അപ്പോൾ പറഞ്ഞു തീർന്നിട്ടില്ല. അതിൻ്റെ മുന്നേ 2 ആളും സ്കൂളിലിട്ടൊക്കെ വന്നിട്ടുണ്ടായിനി കേട്ടോ. ആ പറച്ചിലും പറഞ്ഞ് ഓൽക്ക് 2 ആൾക്കും ചായയും കൊടുത്ത് ഞാൻ വേഗം കുളിച്ച് വന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ സെനിമോനെ എണീച്ചിട്ടുണ്ടായിനി. അപ്പം ഇനി ഓൽക്ക് ഓന് ചായ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓന് അവിടെ നിന്ന് ഇങ്ങനെ ഒച്ച കേൾക്കുമ്പോഴേ പണിക്കാരെ ഒച്ച കേൾക്കുമ്പോൾ ഓനൊരു സമാധാനമല്ല. ഓലെങ്ങനെ കാണണം, ഓലെന്താ എടുക്കണത് എന്നൊക്കെ ഇങ്ങനെ വീക്ഷിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ പണി ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കണം കേട്ടോ. അപ്പോഴത്തെ സമയം ഏകദേശം 4:30 5 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഒരു രാവിലെ ഒരു 7:30ക്ക് വന്നാൽ വൈകുന്നേരം ഒരു മരുവിന് ബാങ്ക് കൊടുത്തിട്ടാണ് ചില ദിവസം പോകുക കേട്ടോ. 6 മണി 6:30 ആ ഒരു സമയം വരെ ഓലിവിടെ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ഓല് പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഉള്ളിലൊക്കെ എന്താ മട്ടെന്നൊക്കെ പോയി നോക്കൽ കേട്ടോ. ഉള്ളിലൊന്നും കാണുന്നില്ല, ഭയങ്കര ഇരുട്ടാണ്.
അപ്പം നമ്മൾ കൊടുത്ത ചായ ഇതാ കുറച്ച് ബാക്കിയുണ്ട്. കടിയൊക്കെ കഴിച്ചേക്കണം കേട്ടോ. കടിയൊക്കെ ഓൾക്ക് പറ്റിയേക്കണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ ഇന്ന് ഈ റൂമാണ് തേച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഭയങ്കര ഇരുട്ടാണ്, ഒന്നും കാണൂല. കാരണം വൈകുന്നേരം ആയിക്കണം, ഓല് പോകാൻ മരുവിന് വാങ്ങി കൊടുക്കാൻ നേരത്താണ്. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ വന്ന് നോക്കണതാണ് കേട്ടോ. കുഞ്ഞുട്ടി ലീവുള്ള ദിവസമാണെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഓലടിക്കൂടെ ഉണ്ടാവും. അതേപോലെ തന്നെ ജനൽമേലൊക്കെ ആവൂലേ പരിക്കനൊക്കെ ആവണതൊക്കെ തോത്തി തുറക്കാനൊക്കെ കുഞ്ഞുട്ടി കൂടെ നിൽക്കും കേട്ടോ. പക്ഷേ ഞാനാവുമ്പോൾ അതിനൊന്നും നിൽക്കില്ല. നിൽക്കാൻ ഈ കുട്ടീനെ കൊണ്ട് നടക്കൂല കേട്ടോ. ഒരു പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുട്ടീനെയൊക്കെ തട്ടി അതൊന്നും തുടക്കലൊന്നും നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുട്ടി പിന്നെ വൈകുന്നേരത്താണ് കേട്ടോ ആ വക പരിപാടികളൊക്കെ. ഇത് പിന്നെ ഞങ്ങൾ അയൽവക്കത്തിലെ 2 പെൺകിനികളാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പേരെ തേച്ചത് കാണാൻ വന്നതാണ് കേട്ടോ. അയൽവക്കത്തിലെ കുട്ടികളാണ് കേട്ടോ. ഒരു പെൻഗിൻ്റെ ഉടുപ്പിട്ടതുകൊണ്ട് ഞാനല്ല പെൻഗിനെ എന്നാണ് വിളിച്ചല് കേട്ടോ. അപ്പോൾ ഓല് കാണാൻ വന്നതാണ്. പക്ഷേ ആകെ ഇരുട്ടാണ് കേട്ടോ. ആകെ മൊത്തം ഇരുട്ടാണ്. ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പം ഇന്ന് നാളെ അടുക്കളയിലാണ് പരിപാടി തോന്നുന്നുണ്ട്. അടുക്കളയിൽ ഇതേമാതിരി തട്ടും മുട്ടൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ഓല് പോയിക്കണം കേട്ടോ. ഇനി രാവിലെ വന്നിട്ട് അടുക്കള അങ്ങോട്ട് തേക്കലായിരിക്കും പണി എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് നനച്ചു കൊടുക്കണം. ഇന്നലെ തേച്ച ഭാഗത്തൊക്കെ നനക്കാനുണ്ട്. അപ്പോൾ കുഞ്ഞുട്ടി പണി കഴിഞ്ഞ് വന്നിരിക്കണ്. അപ്പോൾ പിന്നെ കുഞ്ഞുട്ടി വന്നാൽ പിന്നെ കുഞ്ഞുട്ടി നനക്കും. അപ്പോൾ നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ. അസ്സലാമു അലൈക്കും. ബൈ ബൈ.